ശ്രീമതി ഉമാ തോമസ്. സർ, ഡിജിറ്റൈസ് ചെയ്ത റവന്യൂ ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കാൻ എന്തെല്ലാം സൈബർ സുരക്ഷാ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുപോലെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സർവേയർ, ഹെൽപ്പർ തുടങ്ങിയവരുടെ ശമ്പളം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശമ്പളം നൽകുവാനുള്ള നടപടി ഉണ്ടാകുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ഏതാണ്ട് 2600ഓളം താൽക്കാലിക ജീവനക്കാരാണ് സർ എംപ്ലോയ്മെൻറ്റ് മുഖാന്തരം എടുത്തിട്ടുള്ളത്. അവരുടെ സാലറി കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കും. പിന്നെ അത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡാറ്റ എന്ന് പറയും സർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതീവ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് മികച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. വിവരങ്ങൾ സുരക്ഷിതമായി സർക്കാരിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ഡാറ്റാ സെൻ്ററുകളാണ് സൂക്ഷിക്കുന്നത്. ഇതുകൂടാതെ എല്ലാ ഡാറ്റാബേസിൻ്റെയും ഒരു ബാക്കപ്പ് പ്രത്യേകം തയ്യാറാക്കിയ ബാക്കപ്പ് സെർവറുകളിൽ സൂക്ഷിക്കുന്നുണ്ട് സർ. അതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, എൻ്റെ മണ്ഡലത്തിൽ തന്നെ 35 മുതൽ 40 വർഷം വരെയായി കൃഷി ചെയ്യാതെ കിടക്കുന്നതും നിലവിൽ റവന്യൂ രേഖകളിൽ നിലം എന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ ഭൂമികൾ യഥാർത്ഥ ഭൂവിനിയോഗത്തിന് അനുസൃതമായി പരിശോധിച്ച് അർഹതയുള്ളവരെ തരം മാറ്റി പുരയിടമാക്കി നൽകാനായിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല സർ, കേരളത്തിൽ മുഴുവൻ ഇന്ന് 2 ലക്ഷത്തിലധികം അപേക്ഷകളാണ് തരം മാറ്റത്തിന് വേണ്ടി ഇന്ന് കെട്ടിക്കിടക്കുന്നത്. സർ, അത് പരിഹരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലത് നമുക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റാത്ത അപേക്ഷകളും കാണും. പക്ഷേ വളരെ പെട്ടെന്ന് കൊടുക്കാവുന്ന അപേക്ഷകൾ 5 സെൻറ്റ് 10 സെൻറ്റ് അത് ലഭ്യമായാൽ ഒരു വീട് വയ്ക്കുക എന്നുള്ള ആഗ്രഹം നിറവേറ്റാനുള്ള സാഹചര്യം, അങ്ങനെയുള്ള തരം മാറ്റ അപേക്ഷകൾ പോലും കെട്ടിക്കിടക്കുകയാണ് സർ. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും ചുരുങ്ങിയത് അത്തരത്തിലുള്ള 25,000-ഓളം അപേക്ഷകൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നൽകാനുള്ള നടപടി സ്വീകരിക്കും. അതിനുവേണ്ടി ജില്ലാ തലങ്ങളിലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സർ.